നമ്മൾ ബൈക്കിൽ കുറേ നാളായി ട്രിപ്പ് എവിടെയെങ്കിലും പോയിട്ട്. കൊടൈക്കനാൽ പോയി പിന്നെ നമ്മൾ എവിടെയും പോയിട്ടില്ല. അടുത്ത് നമ്മളിന്ന് വാൽപ്പാറയിലോട്ട് പോകും. പക്ഷേ വാൽപ്പാറ വെയിലാണോ തണുപ്പാണെന്നൊന്നും അറിയില്ല. കുറേ പേരെ വീഡിയോയ്ക്ക് അതൊക്കെ വെയിലാണെന്നാണ് കണ്ടത്. എന്തായാലും ഇന്നലെ ഒരു മഴയൊക്കെ കിട്ടി. ഇപ്പം ഇന്ന് തണുപ്പായിരിക്കും മഴയായിരിക്കും എന്നൊരു മൈൻഡിലാണ് പോകുന്നത്. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അതിരപ്പള്ളിയിൽ വിചാരിച്ചത്ര വെള്ളവും കാര്യങ്ങളൊന്നുമില്ല, മഴയൊന്നും ഇല്ല ഇവിടെ. പക്ഷെ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. മഴയൊന്നും കിട്ടിയിട്ടില്ല. ഇനി എന്താണെന്ന് നമ്മളങ്ങനെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലെത്തി. വാഴച്ചാൽ ഇനി ഇവിടുന്ന് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. ഈ ചെക്ക് പോസ്റ്റ് ഓൾമോസ്റ്റ് ഇപ്പോൾ 8 മണിയായി. 7 മണിക്കെല്ലാം വേണമെന്ന് വിചാരിച്ചു, പക്ഷേ 8 മണിയായി. ഇനി ഇവിടുന്ന് വേണം നമുക്ക് പോകാനായിട്ട്. എന്താണെന്ന് അറിയില്ല. നല്ല വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും പണിയെല്ലാം പാളിയും തോന്നുന്നു. നമ്മൾ കുറച്ചും കൂടി കയറുന്നപ്പോൾ ഒരു പാലം കണ്ടതാണ്. ഈ പാലത്തിൻ്റെ ഒരു പേരുണ്ടായിരുന്നു. ഈ പേര് എനിക്ക് ഓർമ്മയില്ല. ഇത് നോക്കുമ്പോഴേക്കും ആ കാട് അതെങ്ങനെയാണ് നമുക്കറിയാൻ പറ്റും. ഫുള്ളൊരു കയറിയപ്പോൾ തന്നെ എനിക്ക് ഇരുട്ടായി. ഇനി കയറി പല തണുപ്പും കാര്യങ്ങളൊക്കെ. ഇനി മിക്കവാറും അടിപൊളിയാകാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ പോയി നോക്കാം. ഇവിടെ വണ്ടി നിർത്തരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എടുത്തോണ്ട് പോയേക്കാം. കൈതപൂക്കണ കന്നി പാടത്ത് കാറ്റുമൂളണ നേരത്ത്, പൂരാങ്കുന്നിന്റെ പാലമൊളിലെ കൂമ മൂളണ നേരത്ത്, കൈതപൂക്കണ കന്നി പാടത്ത് കാറ്റുമൂള വന്നിട്ടൊരു മയിലിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പോകാൻ തോന്നുന്നു, കാണത്തില്ല. സൗണ്ട് വെക്കുമ്പോഴേ പേടിയാണ്. ഗൈസ്, നമ്മൾ കുറച്ച് ഇവിടെ വന്നപ്പോഴേക്കും ഒരു വാട്ടർഫോൾസ് ഇവിടെ കണ്ടു. ഇത് നല്ല ഒഴുകും കാര്യങ്ങളൊക്കെ എടുക്കും. മേളിലുള്ള മലവെള്ളം വന്നു, മലയെന്നുള്ള വെള്ളം വന്നു. ആനക്കായ എന്നങ്ങണ്ട സ്ഥലത്തിൻ്റെ പേര്. പക്ഷെ ബോർഡൊന്നും കറക്റ്റായിട്ടൊന്നും ഇല്ല. എല്ലാം പകുതി ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. സംഭവം നല്ല രസമുണ്ട്. നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ കുറച്ച് പിള്ളേരും കുട്ടികളൊക്കെ തോന്നുന്നു ഇവിടെ കുളിക്കുന്നൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അവർ കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഇതിനകത്ത് തന്നെ ഉള്ളവരാണ്. ഇതിനെങ്ങനെ ഇവിടെ താമസം? ഇവിടെ ബീച്ച് വളർന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരിക്കും. പേടിക്കാനും മാത്രം ഇവർക്ക് പേടി കാര്യങ്ങളൊന്നുമല്ല. കുട്ടികളൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ. ചില ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ബോർഡ് എന്താണെന്നൊരു പിടുത്തമില്ല. അതിനെക്കുറിച്ച് നമുക്ക് വലിയ പിടുത്തവും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ആൾക്കാരൊക്കെ കുറച്ച് പേരൊക്കെ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. കുറച്ച് പേരൊക്കെ ഇറങ്ങാനൊക്കെ ഒന്നുണ്ട്. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ സീനാവും. അല്ല, നമുക്ക് പോകാനും താമസിക്കും. ഇവിടെ നമുക്ക് പോയേക്കാം. ഇല്ല, പിന്നെ അവിടെ ചെല്ലുമ്പോൾ പിന്നെ നമുക്കിന്നെ തിരിച്ചു വരേണ്ട സമയമേ കാണുള്ളൂ. വേറൊന്നും കാണില്ല. ശേഷം ചെറിയ രീതിയിൽ ചൂടായി തുടങ്ങിയിട്ടില്ല. കുറച്ചുകൂടെ കയറുമ്പോഴേക്കും നല്ല കാടാവുമെന്നാണ് തോന്നുന്നു. കാരണം അങ്ങനെയൊക്കെയാണ് വീഡിയോയ്ക്കത് കണ്ടത്. വീഡിയോ കണ്ടിറങ്ങി ഇതൊക്കെയാണ് അവസ്ഥ. ഗായ്സ്, ഇവിടെ എല്ലാം ആന കയറി മറിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒരു മലക്കപ്പാറ 32 കിലോമീറ്റർ ഉണ്ട് ഇവിടെ. പക്ഷേ നമ്മുടെ സൈൻ ബോർഡൊക്കെ പപ്പടക്കിടക്ക് കിടക്കുന്നത്. അവിടുത്തെ എല്ലാ സൈൻ ബോർഡ് അങ്ങനെ കിടക്കുന്നത്. ഇവിടെ എല്ലാം ആനയുണ്ട്. ഇത് ആന കാണാൻ എന്തായാലും ഇങ്ങനെ ആവില്ല. കുറേ റൈഡേഴ്സ് കയറി പോയിട്ടുണ്ട്. നമുക്ക് അവരുടെ കൂടെ പോകാം. അതൊന്നും കുഴപ്പമില്ലല്ലോ. നമ്മൾ കയറി വന്നപ്പോഴേക്കും കണ്ടൊരു വഴിയാണ്. ഇവിടെ വന്നപ്പോഴേക്കും ജസ്റ്റ് ക്ലൈമറ്റൊക്കെ അങ്ങ് മാറാൻ തുടങ്ങി. ഫുള്ളൊരു ഇരുട്ട് മൂടി മഴയ്ക്കുള്ളൊരു ചെറിയൊരു സെറ്റപ്പൊക്കെ കാണുന്നുണ്ട്. അടിപൊളി നല്ലൊരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് നോക്കാം. ഫുള്ളൊരു താഴെ ഒരു വ്യൂ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിർത്താൻ പറ്റില്ല. കാരണം അവിടെ നിറച്ച് റൈഡേഴ്സ് ആയിരുന്നു. ശനിയാഴ്ച വലിയ തിരക്കില്ലെന്ന് പറഞ്ഞാൽ വന്നത്. പക്ഷേ നല്ല അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഫുള്ള് റിസർവറിൻ്റെ ഒക്കെ ഉണ്ട്. ഫോറസ്റ്റുകാരുടെ വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എപ്പോഴും പൊയ്ക്കൊണ്ടിരിപ്പുണ്ട്. നമ്മളിവിടെ കുറേ നേരം നിൽക്കാനും പറ്റത്തില്ല.
ആടിയുറഞ്ഞേ കുഴലൂതണനാദം കേട്ടേ നാടാകെ നടനം കണ്ടേ ആടിക്കാറിളകി വരുന്നേ അരയാലില ആടിയുറഞ്ഞേ കുഴലൂതണനാദം കേട്ടേ നാടാകെ നടനം കണ്ടേ നമ്മളിപ്പോൾ കണ്ടാണ്. പക്ഷെ ഡാമിൻ്റെ റിസർവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം നല്ല ഉണങ്ങിയിരിക്കുന്നു. വാൽപ്പാറയ്ക്ക് 47 കിലോമീറ്റർ ഇവിടെ. പൊള്ളാച്ചിക്കൊന്നും പോകുന്നില്ല. പൊള്ളാച്ചിക്ക് പോയി കഴിഞ്ഞാൽ പാലക്കാട് വഴി തിരിച്ചു വരേണ്ട ഒരു ടാസ്ക് ആയിരിക്കും. പിന്നെ ഇതിലെ നിന്നുള്ള തിരിച്ചു വരവൊക്കെ ഭയങ്കര പാടായിരിക്കും. ആള് പറയാ ഫോറസ്റ്റിന് പറയുകയും ചെയ്യുന്ന 4 മണിക്ക് മുന്നേ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറണമെന്നും പറഞ്ഞു. ഞാനാരെന്നറിവു ഞൊറിഞ്ഞേ കാലത്തിര ഇളകി മറിച്ചേ നേരേതോ വഴികളനഞ്ഞേ. നമ്മൾ മലക്കപ്പാറയ്ക്ക് 2 കിലോമീറ്റർ വരെ ഉള്ളൂ. അപ്പോൾ ഒരു വ്യൂ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഫുള്ളൊരു തമിഴ് ടച്ചപ്പാണ്. അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഈ തമിഴ് പാട്ട് കേൾക്കാം. ഒരു അമ്പലത്തിലെ ഉത്സവങ്ങളുടെ കാര്യങ്ങളാണെന്ന് തോന്നുന്നു. ഇവിടെ മൊത്തം തമിഴ്നാട് വണ്ടി കയറിയപ്പോൾ തന്നെ ഒരു തമിഴ് ടച്ചായി ഫുള്ള്. വഴികളാണെങ്കിൽ ഇതുപോലെ ചെറിയ വഴികളാണ് എല്ലാം. ആ വന്ന വഴി പോലെ ഉണ്ട്. പക്ഷെ നല്ല ക്ലൈമറ്റും കാര്യങ്ങളും, നല്ല തണുപ്പും ചൂടും എല്ലാം കൂടെ മിക്സ് ചെയ്ത ക്ലൈമറ്റാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മളിങ്ങോട്ട് വരുമ്പോഴേക്കും ഭയങ്കര ഒരു റിലീഫ് കിട്ടിയ പോലെയൊക്കെയാണ് സംഭവം. കുറേ റൈഡേഴ്സ് ഉണ്ട്. സൺഡേ ആണെന്ന് കുറേ അധികം റൈഡേഴ്സ് വന്നിട്ടുണ്ട്. അവർ ഇവിടെ സ്ഥിരം കാഴ്ചയായിരിക്കും നാളെ. പിന്നെ സൺഡേയും കൂടെ ആകുമ്പോഴേക്കും കുറച്ചുകൂടെ ആവും. പക്ഷെ വണ്ടി ഫ്രെയിം വെച്ച് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് മലക്കപ്പാറയിലേക്ക് പോവാം. ഗൈസ്, നമ്മളങ്ങനെ മലക്കപ്പാറയിലേക്ക് വന്നിരിക്കുകയാണ്. മലക്കപ്പാറ ചെറിയൊരു ടൗണാണ്. ചെറിയ 2 വളവിനകത്തൊരു ടൗൺ. ഇനി അങ്ങോട്ട് തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. വണ്ടിയുടെ 2 ഷോട്ടും കാര്യങ്ങളൊക്കെ എടുക്കാം. നല്ലൊരു വ്യൂ പോയിന്റ് ഉള്ള സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നത്. അന്നേരം വണ്ടിയുടെ 2 ഷോട്ടും കാര്യങ്ങളും എടുത്തിട്ട് പോകാം. നമ്മൾ ഷോളയാർ ഡാമിന് എടുത്തു വന്നു. പക്ഷേ ഡാമിൽ വെള്ളമൊന്നുമില്ല. തമിഴ്നാട് വരെ അറിയാലോ, മൊത്തം ഉണങ്ങി വരേണ്ടി നിൽക്കുക. തണുപ്പുണ്ടെന്നേ ഉള്ളൂ, വെള്ളമൊന്നും ആയിട്ടില്ല. ഇവിടെ ഫുള്ള് ഡ്രൈ ആയിട്ടിരിക്കുക. ഓൾമോസ്റ്റ് എല്ലായിടും ഡ്രൈ ആയിട്ടിരിക്കുക ഈ ഒരു സൈഡ്. പക്ഷെ നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റും നല്ലൊരു തണുപ്പുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമുക്ക് വേറൊരു വ്യൂ പോയിന്റ് കിട്ടി ഈ ഡാമിൻ്റെ. നൈസാട്ടോ, അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റാണ്. ആ സൈഡിലാട്ടാണ് നമ്മുടെ ഡാം വരുന്നത്. ആ ഒരു റൈറ്റിലേക്ക് കട്ട് ചെയ്ത്, ബാക്കിയെല്ലാം അതിൻ്റെ കൈവരിയോ സംഭവം അതാണെന്ന് തോന്നുന്നു. മുടിയാട്ടും കടലും കണ്ടേ കരിയാടണ കാടും കണ്ടേ പൊടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ മേലെ വെൺമുകിലും കണ്ടേ ഓരത്തൊരു മലരും നിൽപ്പേ കളിപാടും കിളിയെ കണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ കടലും കണ്ടേ